ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. നാരായണീയ സ്തോത്രകാവ്യത്തിൻ്റെ ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നാരായണീയ മധുരം ഇന്ന് 70ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ശ്രീമന്നാരായണീയം 7ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി പിന്നീട് അതിൻ്റെ മലയാള പരിഭാഷയായ ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം അതിലെ ആ 4 വരികൾ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാതത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാം ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാസ്തത്തേ ധാമ നിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ നാമ ചതുർഭുജാഃ ഹരിമണിശ്യാമാവതാതത്വിഷ നാനാഭൂഷണരത്നദീപിതദിശ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദ ദിവ്യാ ജനാ ദിവ്യന്തി നിരസ്തസർവശമലം വൈകുണ്ഠരൂപം
തേ തദ്ധാമ ജയേത്. യസ്മിൻ നാമ ചതുർഭുജ. ഈ വൈകുണ്ഠലോകം ജയിക്കട്ടെ. ആ വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ 4-ാമത്തെ ശ്ലോകം സമർപ്പിച്ചത്. അങ്ങനെയുള്ള യസ്മിൻ നാമ ചതുർഭുജ, ആ വൈകുണ്ഠലോകത്തിൽ 4 കൈകളും, അതേപോലെ ഹരിമണിശ്യാമാവതാതത്വിഷ, നീലരത്നം പോലെ തെളിഞ്ഞ നീലനിറവുമായി ഹരിമണിശ്യാമാവതാതത്വിഷ, ആ നാനാഭൂഷണരത്നദീപിത ദിശ, രത്നപ്രകാശം പരത്തുന്ന പലതരത്തിലുള്ള ഭൂഷണങ്ങൾ അലങ്കാരങ്ങളും അണിഞ്ഞ് രാജദ്വിമാനാലയ, മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ താമസിക്കുന്ന ഭക്തി പ്രാപ്ത തഥാവിധോന്നത പദ, ഭക്തി കൊണ്ട് മാത്രം ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന ദിവ്യാജനാ ദിവ്യന്തി, ദിവ്യജനങ്ങൾ, ഭക്തജനങ്ങൾ അവിടെ വിളയാടുന്നു ഈ വൈകുണ്ഠലോകത്ത്. നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം, മാലിന്യങ്ങൾ മുഴുവൻ അകന്ന, ഒന്നും തന്നെ ഇല്ലാത്ത നിർമ്മലമായ വൈകുണ്ഠം എന്ന തേ തദ്ധാമ, അവിടുത്തെ ആ ലോകം ജയേത്, ജയിക്കട്ടെ എന്നാണ്. ഭഗവാൻ ശംഖചക്ര ഗദാപത്മങ്ങളും മണിക്കിരീടവും മകരകുണ്ഡലങ്ങളും മഞ്ഞപ്പട്ടും മന്ദഹാസവുമായിട്ട് മിന്നിത്തിളങ്ങണം. ഇതേപോലെ തന്നെയാണ് ഭഗവാന്റെ പാർശ്വതന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാര്. ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചേക്കണു, നീലനിറം, കിരീട കടകാംഗദാദികളാകുന്ന രത്നഭൂഷണങ്ങൾ, വിമാനങ്ങളാകുന്ന ഗൃഹങ്ങൾ, വിഷ്ണു സാരൂപ്യം, വിഷ്ണു സാരൂപ്യവും സായുജ്യവും സാലോക്യവും സാഷ്ടിയുമൊക്കെയാണ് ആ ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സിദ്ധികൾ. സാലോക്യം ഭഗവാനോട് കൂടി ഭഗവാന്റെ ലോകത്തിരിക്കുക, സാമീപ്യം ഭഗവാനോട് ചേർന്നിരിക്കുക, സാരൂപ്യം ഭഗവാനെ പോലെ ആയിരിക്കുക, സായുജ്യം ഭഗവാനിലേക്ക് ലയിക്കുക. ഈ 4 സിദ്ധികൾ ആണ് ഭക്തന്മാർക്ക് ലഭിക്കുക. അത് ആദ്യം ഭഗവാന്റെ ലോകത്ത്, അത് സാലോക്യം, പിന്നെ ഭഗവാന്റെ സമീപത്ത്, അത് സാമീപ്യം, പിന്നെ ഭഗവാനെ പോലെയാവുക, അത് സാരൂപ്യം, പിന്നീട് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുക, അത് സായുജ്യം. ഈ 3 സിദ്ധികളും കൈവന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോ വൈകുണ്ഠത്തിലുള്ളത്. ഇനി അവര് ഭഗവാനിലേക്ക് ലയിക്കും, പിന്നെ അവരെ കാണില്ല, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ വൈകുണ്ഠ ലോകം ഗുരുവായൂരപ്പ അടിയൻ ദാ എന്നെന്നും മനസ്സിൽ കാണാൻ ഭാഗത്തിന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവതാതത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാം ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാസ്തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേ. ശ്രീഹരിയ പരിഭാഷ. ഭഗവത്സാരൂപ്യമായി 4 തൃക്കൈകളുമായി ഭഗവാന്റെ ഭക്തവൃന്ദം തിളങ്ങിടുന്നു. മാലിന്യമെല്ലാമകന്ന വൈകുണ്ഠമോ അത്യത്ഭുതം മാമകമനസ്സിലെന്നും തെളിഞ്ഞിടട്ടെ. നാരായണ 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 നാരായണീയ മധുരം സ്വീകരിക്കണേ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.